ഇന്ന് നമുക്ക് പലരും ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ, മുടി പൊഴിച്ചിൽ. ഈ മുടി പൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് പെട്ടെന്നുള്ള നിര വരുന്നതും തടയുന്നൊരു എണ്ണയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് ഇരിക്കുക. ഇത് ഉപയോഗിക്കേണ്ട രീതിയും സാധാരണ പോലെ അല്ല. അപ്പോൾ ഈ എണ്ണ ഞാൻ വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്ക ഇലയാണ് കേട്ടോ. പനിക്കൂർക്ക ഇലയും ചെറിയ ഉള്ളിയാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. പനിക്കൂർക്ക ഇല എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുടിയുടെ നിര കുറയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. പനിക്കൂർക്ക ഇലയുടെ ആ ഒരു നീരുണ്ടല്ലോ, അത് നല്ല ഇങ്ങനെ ഒരു കറുപ്പ് തരും. അതുപോലെ തന്നെയാണ് ചെറിയ ഉള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വളരാൻ, പെട്ടെന്ന് മുടി വളർച്ച വേഗത്തിലാക്കാനും മുടി പൊഴിച്ചിൽ നിൽക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വളരെ കുറച്ച് അളവിലാണ് എടുക്കാറ്. ഇനി ഇത് കരിഞ്ജീരകമാണ്, നമ്മൾ അവലോസ് പൊടിയിലൊക്കെ ഇടുന്ന ആ നല്ല മണമുള്ള ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇവിടെ കലോഞ്ചി എന്നൊക്കെയാണ് പേര്. അത് ഞാനൊരു 2.5 സ്പൂൺ ഇട്ടുണ്ട്. ഇത് ചെറു ചണവിത്താണ്, ഫ്ലാക്സ് സീഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണോളം ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് പൊടിക്കുന്ന ജാറിലാണ് കേട്ടോ ഞാനിത് അരച്ചത്. അപ്പോൾ ഇനി ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരണം. അപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്നതൊക്കെ നമ്മുടെ മുടിക്ക് വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കേട്ടോ. ഉലുവ അരയാൻ പാടാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഹെന്ന ഉണ്ടാക്കിയ ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ ഇത്. ഇതിലേക്കാണ് നമ്മൾ കഴിയണതും തലയിൽ തേക്കുന്ന എണ്ണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നേരെയൊക്കെ വന്നവർ എണ്ണ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ കഴിയണതും ഉണ്ടാക്കിയെടുക്കുക. അതല്ല ഇരുമ്പ് ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുമ്പിൻ്റെ ചെറിയൊരു കഷ്ണം, ലോഹഭാഗം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെറിയൊരു കഷ്ണം ഈ എണ്ണ കാച്ചുന്ന പാത്രത്തിലിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറും ചുഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു കളറായിട്ടുണ്ട്. ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ കുറഞ്ഞ അളവിൽ ഞാനിത് ഉണ്ടാക്കി വയ്ക്കുന്നത്. മിക്കവാറും ഞാനിത് വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മുടിപ്പൊഴിച്ചിൽ കുറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിലൊരു 1/4 ലിറ്ററോളം, മാക്സിമം 1/2 ലിറ്റർ, അതിലും കൂടുതലാവരുത്, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് നല്ലെണ്ണ കിട്ടുവാണെങ്കിൽ അതും നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പനിക്കൂർക്ക ഇലയൊക്കെ മിക്കവാറും എല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓണാക്കിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതിനെ ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് സാധാരണ നമ്മൾ തല നിറയെ എണ്ണ തേച്ചിട്ട് ഷാമ്പു ചെയ്യില്ലേ, മൈൽഡ് ഷാമ്പു, ഞാൻ പല ഇത് ഇട്ടിട്ടുണ്ട്, അതുപോലെ അല്ല കേട്ടോ. അപ്പോൾ അതാ തിളയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒന്നിങ്ങനെ തിള വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരും. എണ്ണയുടെ ആ ഒരു കളറൊക്കെ മാറി ഇതിലുള്ള പച്ച കളറൊക്കെ ഇങ്ങനെ പിടിച്ച് വരും കേട്ടോ എണ്ണയിൽ. ഇങ്ങനെയാണ് നമ്മൾ തുടക്കത്തിൽ ഉണ്ടാവുക. പിന്നെ എത്ര എണ്ണ കാച്ചാത്തവർക്കും അത് ആയോ എന്നറിയാനുള്ളൊരു പാകം, എണ്ണ പാകമായി കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തരം മേലിങ്ങനെ വരും. ആ തിളയൊക്കെ നിന്നിട്ട് പിന്നെ നല്ല മണം വരും. അതാണ് ഇതിന് കറക്റ്റ് അളവ്. അപ്പോൾ എത്ര അറിയാത്തവർക്കും എളുപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് തിളച്ചതിന് ശേഷം ഇത് ഞാൻ ഖാദിയുടെ ഇൻഡിഗോ പൗഡർ ഞാൻ 1 സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടി കറുപ്പിക്കുന്നതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. നാച്ചുറലി കറുപ്പിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഈ എണ്ണ ആയി വരുമ്പോഴാണ് ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതും നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഡിഗോ പൗഡറും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് ഈ തിളയൊക്കെ പോയിട്ട് ഇങ്ങനെ പത പോലെ വരുന്നുണ്ടോ. ഈ സമയത്ത് നമ്മൾ ഈ അടുക്കളയിലൊക്കെ നല്ല മണമായിരിക്കും. ഇത്രയേ ഉള്ളൂ പണി.
ഇനി ഇത് ആയോ എന്നറിയാൻ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന ഈ കൽക്കം ഉണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തത്, അതിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയാലും മതി, ചെറിയ തരികളായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എണ്ണ അവിടെ താഴെ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയുടെ കളറല്ല, ഇതല്ലാതെ തന്നെ ഒരുപാട് എണ്ണ ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി ഇതിനെ നമുക്കൊരു ബോട്ടിലാക്കി വയ്ക്കാം. ഞാനിവിടെ ആദ്യം എണ്ണ ഉണ്ടാക്കിയ പോലെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഈ എണ്ണ ഉണ്ടാക്കാറില്ല. ഈ എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാനും മക്കളും ഇത് വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നത്, ഡെയിലി ഉപയോഗിക്കുന്നതല്ല കേട്ടോ. നല്ല എയർഫോളും അതുപോലെ ഡാൻഡ്രഫൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇതുപോലെയാണ്. ഇത് കാണുമ്പോൾ നല്ല കറുപ്പാണെങ്കിലും ഇത് ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ. ഇതിങ്ങനെ എടുക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ മുടി പൊഴിച്ചിൽ മാറാനും താരൻ്റെ ശല്യമൊക്കെ മാറാനും, ജലദോഷമൊന്നും ഇതുവരെ ഞങ്ങൾക്ക് 3 പേർക്കും വന്നിട്ടില്ല കേട്ടോ. ഇത് ഒരുപാട് തലയിൽ അപ്ലൈ ചെയ്യരുത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏതാണ്ട് 1 മാസത്തേക്കുള്ള എണ്ണയുണ്ട് കേട്ടോ. ഇത് നമ്മൾ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ മുടി കഴുകുന്നവരാണ്, അല്ലെങ്കിൽ വീക്കിലി മുടി കഴുകുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ മക്കൾക്കൊക്കെ വീക്കിലിയാണ് കേട്ടോ എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഡാൻഡ്രഫ് ഉള്ള സമയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് എടുക്കുക. ഈ ഒരു കളറിലാണ് ഈ എണ്ണ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ സാധാരണ എണ്ണ തേക്കുന്ന പോലെ അല്ലാതെ ഇങ്ങനെ ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഒരുപാട് എടുക്കാതെ ഈ ഒരു രീതിയിൽ, എന്നിട്ട് കൈ മൊത്തം നമ്മുടെ വിരലിൻ്റെ ഈ അറ്റത്തെ ഭാഗത്ത് മൊത്തം ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഈ മുടിയുടെ ഈ റൂട്ടിലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ടിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ല അലർജിയോ ജലദോഷത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. കുളിക്കുന്ന സമയത്ത് മാത്രം 1.5 മണിക്കൂർ മുന്നേ തേക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, മക്കൾക്കും പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു രീതിയിൽ മാത്രം തേച്ച് നന്നായിട്ട് ഇതിനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിത് തേക്കുമ്പോൾ 2 ഫിംഗറിലും ഇങ്ങനെ ആ തുമ്പിൽ മാത്രം ആക്കിയിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ തന്നെ മിക്കവാറും നമ്മുടെ എയർ ഫോളൊക്കെ നല്ല കൺട്രോൾ ആവുകയും ചെയ്യും. പിന്നെ മുടി വളരാനൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമുക്കുള്ള മുടി നന്നായി സൂക്ഷിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. പിന്നെ ഈ എണ്ണ തേച്ച് കിടുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ തല കഴുകും. അപ്പോൾ അതിനായിട്ടുള്ളതാണ് ഇത് കേട്ടോ. വെണ്ടയ്ക്കയുടെ പൾപ്പും അതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം, ഇത് താരൻ പോവാനും മുടി പൊഴിച്ചിലിനൊക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്നുള്ള മുടി പൊഴിച്ചിലൊക്കെ മാറാൻ ഈ എണ്ണ തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ.